Welcome to CSCR JRF Net Examination class. Class number 24, General Aptitude. General Aptitude, class number 24, common to 5 streams. And today the lesson is 12, Time, Speed and Distance Problems. Time, Speed and Distance Problems. And this topic is easy for the physical science students. But it is a little difficult for other streams, chemical science, mathematical science, library science, etc. But we can study them. The solutions are given. The topic is time, distance and speed. So this is the basic formula we use. Speed. The distance covered per unit time is called speed. Distance traveled by a body in 1 second in any direction. The distance covered per time is called speed. The speed is directly proportional to distance and inversely to time. അപ്പോൾ കാരണം ഇതാണ് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് വി എന്ന് എഴുതിയാൽ എസ് ബൈ ടി അല്ലെങ്കിൽ ഡി ബൈ ടി എന്ന് പറയും. സ്പീഡ് ഡി ബൈ ടി ഓർ എസ് ബൈ ടി എന്ന് പറയും. എസ് ആർ ഡിസ്റ്റൻസ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. ഇങ്ങനെ 3 തരത്തിൽ എഴുതാം. അപ്പോൾ ഒരു തരം പഠിച്ചാൽ മതി. വി എസ് എസ് ബൈ ടി എന്ന് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വി എസ് ഡി ബൈ ടി എന്ന് പഠിച്ചാൽ മതി. ബാക്കി താഴെ കാണുന്ന രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ എന്താണ് സ്പീഡ്? വി ഇസിക്കൽ എസ് ബൈ ടി. ഇത് യൂണിഫോം സ്പീഡിൻ്റെ കേസാണ്, അല്ലാതെ ആക്സലറേഷൻ ഉള്ള കേസല്ല. ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ ഒരു വസ്തു പോയാൽ അതിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ വെലോസിറ്റി എന്നും പറയും, ഡയറക്ഷൻ സെയിം ആണെങ്കിൽ അത് വി ഇസിക്കൽ എസ് ബൈ ടി എന്ന് പറയും. എസ് ബൈ ടി. പിന്നെ ഈ സ്പീഡിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, സെക്കൻഡ്, മിനിറ്റ്, അവർ. അപ്പോൾ സെക്കൻഡ്, മിനിറ്റ്, അവർ കൺവേർഷൻ കൊടുത്തിരിക്കണം. 1 hour ഈസ് 60 minutes, 1 minute ഈസ് 60 seconds എന്നുള്ള കൺവേർഷൻ ഓർക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് മീറ്റർ, കിലോമീറ്റർ. മീറ്റർ, കിലോമീറ്ററാണ് പ്രധാനമായിട്ടും. പിന്നെ ചിലപ്പോൾ ഫീറ്റ് വരും, മൈൽ വരും. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഉത്തരം നോക്കിയിട്ട് ആ ഉത്തരത്തിൽ ആ ചോയ്സിൽ യൂണിറ്റ് എന്താണ് അതുപോലെ കൺവേർട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. പിന്നെ സ്പീഡിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് അളക്കുന്ന യൂണിറ്റ് കിലോമീറ്റർ പെർ അവറിൽ അളക്കും, മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് MRS ഇട്ടാലും മതി. മീറ്റർ പെർ സെക്കൻഡ് MRS. കിലോമീറ്റർ പെർ അവറിന് KMRH. എച്ച് മതിയാവും. KMRH. പിന്നെ ഇത് കൺവേർഷൻ യൂണിറ്റ്സാണ്. കൺവേർഷൻ ഇത് നമ്മളൊന്ന് കൺവേർട്ട് എന്ന് പറയുന്നില്ലേ. 1 kilometer per hour is 5/18 meter per second. 1 meter per second is 18/15 kilometer per hour. 1 kilometer per hour is 5/8 mile per hour. 1 mile per hour is 22/15 foot per second. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻസ് ഉണ്ട്. അതിൽ ചിലതിൻ്റെ ആപ്ലിക്കേഷൻസേ വരുള്ളൂ. അപ്പോൾ എങ്കിലും പ്രധാനമായിട്ടും 1 kilometer per hour അല്ലെങ്കിൽ 1 meter per second 18/5 kilometer per hour എന്ന് ഓർത്തിരിക്കണം. അതുപോലെ 1 kilometer per hour 5/18. അപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവർ തന്നാൽ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൂടി വിളിച്ചാൽ മതി. when kilometer per hour unit is given, we can convert it into meter per second by multiplying it by 5/18. 5/18. And here comes the first question. First question. 2 buses start from a bus terminal with a speed of 20 km per hour at interval of 10 minutes. What is the speed of a man coming from the opposite direction towards the bus terminal if he meets the buses at intervals of 80 minutes? I hope you understood the question. 2 buses start from a bus terminal with a speed of 20 km per hour at an interval of 10 minutes. What is the speed of a man coming from the opposite direction towards a bus terminal if he meets the buses at intervals of 80 minutes? അപ്പോൾ ഒരു ബസ് ടെർമിനലിൽ നിന്ന് 2 ബസ്സുകൾ 20 km per സ്പീഡിൽ സഞ്ചരിക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്.
അപ്പോൾ അവ തമ്മിൽ 10 മിനിറ്റ് ടൈം ഗ്യാപ്പ് ഉണ്ട്. ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാണ് രണ്ടാമത്തെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടും തമ്മിൽ 10 മിനിറ്റ് ഗ്യാപ്പ്. വെലോസിറ്റി ഓരോന്നിൻ്റെതും അല്ലെങ്കിൽ സ്പീഡ് ഓരോന്നിൻ്റെതും 20 km/h ആണ്. 20 km/h. അപ്പോൾ ഒരാൾ എതിരെ യാത്ര ചെയ്യാണ്, അത് നടക്കുകയാണെങ്കിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇയാൾ നടന്നാൽ ഇഫ് ഹി മീറ്റ്സ് ദ ബസ്സസ് അറ്റ് ഇൻ്റർവൽ ഓഫ് 8 മിനിറ്റ്, അപ്പോൾ 8 മിനിറ്റ് ഗ്യാപ്പിൽ ഇയാൾ 2 ബസ്സുകളെ മീറ്റ് ചെയ്താൽ അയാൾ സ്പീഡ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇവിടെ 4 ആൻസറുണ്ട്. 3 km/h, 4 km/h, 5 km/h, 7 km/h. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്തരം നമുക്ക് നോക്കാം. ഉത്തരത്തിൽ പോകാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉത്തരം കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ് നോക്കുക. ദാറ്റ് ഇസ് ദ സ്പീഡ് ഓഫ് ദ മാൻ ഈസ് x km/h. ഈ ആളിൻ്റെ വെലോസിറ്റി x ആണെന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 10 മിനിറ്റ് at 20 km/h is equal to distance covered in 8 minutes at 20 plus x km/h. അതായത് ബസ്സുകൾ പോകുന്ന സ്പീഡ് 20 കിലോമീറ്ററാണ്. അപ്പോൾ 10 മിനിറ്റ് ഗ്യാപ്പാണ് ഉള്ളത്, 10 മിനിറ്റ് ഗ്യാപ്പ്. അപ്പോൾ ആ ദൂരമാണ് ആ 10 മിനിറ്റ് ഗ്യാപ്പിൻ്റെ ദൂരമാണ് ബസ്സുകൾ തമ്മിലുള്ളത്. ഇയാൾ എതിരെ പോവുകയാണ്, ഇയാൾ എതിരെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 2 ബസ്സിനെ കാണുകയാണ്. അപ്പോൾ ഇയാൾ എന്ത് സ്പീഡിലാണ് ഇയാൾ പോകുന്നതാണ് ചോദ്യം. അപ്പോൾ നോക്കിയത് റിലേറ്റീവ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യനാണ്. റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ 2 ബോഡീസ് ഓപ്പോസിറ്റായിട്ട് പോയാൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ v1 + v2 ആണ് റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ബസ്സുകൾ പോകുന്നു, ഇയാൾ ഓപ്പോസിറ്റ് പോകുന്നു. അപ്പോൾ റിലേറ്റീവ് സ്പീഡിൻ്റെ കണക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ 2 സ്പീഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് സമ്മാണ്. അപ്പോൾ ആളിൻ്റെ സ്പീഡ്, ഈ ബസ്സുകളെ കാണുന്ന അയാളുടെ സ്പീഡ് നമുക്ക് 20 + x ആയിട്ട് വിചാരിക്കണം. അപ്പോൾ ഇയാളുടെ സ്പീഡും ബസ്സിൻ്റെ സ്പീഡും if 2 bodies travel in the opposite direction, the relative velocity is sum of the velocities. And if they travel in the same direction, the relative velocity is difference of velocities. ആ ഐഡിയ ആണ്. അപ്പോൾ ആളിൻ്റെ വെലോസിറ്റി 20 + x ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10/60 അവറാണ്. നമ്മൾ മിനിറ്റിനെ അവറാക്കണം. അവറാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് അപ്പുറം ഇപ്പുറം വരുന്നതാണ്, റേഷ്യോ ആയിട്ട് വരുന്നതാണ്, വെട്ടിപ്പോകുന്നതാണ്. എങ്കിലും നമ്മളെ അവറാക്കി നമ്മുടെ യൂഷ്വൽ മെത്തേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് ഇൻ 10 മിനിറ്റ്, അത് 20 ഇൻറ്റു അതിൻ്റെ സമയം v/t എടുക്കുക 10/60. ആൾ സഞ്ചരിക്കുന്ന ദൂരം അയാൾ 8 മിനിറ്റാണ് എടുക്കുന്നത്. 8 മിനിറ്റ് മണിക്കൂർ ആക്കുമ്പോൾ നമുക്ക് 8/60. അയാളുടെ റിലേറ്റീവ് സ്പീഡ് 20 + x ആണ്. അപ്പോൾ 20 + x കൊണ്ട് കൂടിക്കണം. അപ്പോൾ ഈ 2 ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പോൾ അത് സോൾവ് ചെയ്യണം. 60 ക്യാൻസൽ ചെയ്യും. നമുക്ക് 200 is 160 + 8x എന്ന് കിട്ടും. 8x is 40. ഹെൻസ് x is 5 km/h. അപ്പോൾ ഇയാൾ സഞ്ചരിക്കുന്ന സ്പീഡ് 5 km/h ആണ്. 5ആണ് ആൻസർ സി ആണ്. അപ്പോൾ ഇത് റിലേറ്റീവ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കുക. ഇയാൾ ഓപ്പോസിറ്റ് പോകുമ്പോൾ അയാളുടെ വെലോസിറ്റി ബസ്സിൻ്റെ സ്പീഡിൻ്റെ കൂടെ ഇയാളുടെ കൂട്ടേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാക്കിംഗ് 3/4 of his normal speed, Rabi is 16 minutes late in reaching his office. The usual time taken by him to cover the distance between his home and office. ഈ സാധാരണ നടക്കുന്ന സ്പീഡിൻ്റെ 3/4 ടൈംസ് സ്പീഡിൽ, അത് കുറവ് സ്പീഡിൽ ഇയാൾ നടന്നാൽ അയാളുടെ ഓഫീസിലെത്തുന്നത് 14 മിനിറ്റ് താമസിച്ചേ എത്തുള്ളൂ. നടക്കുന്ന സ്പീഡിൻ്റെ 3/4 സ്പീഡിൽ നടന്നാൽ, സാധാരണ നടക്കുന്ന സ്പീഡിൻ്റെ 3/4 സ്പീഡിൽ നടന്നാൽ ഇയാൾ 14 മിനിറ്റ് താമസിച്ച് ഓഫീസിലെത്തുകയുള്ളൂ. എങ്കിൽ നോർമൽ സ്പീഡിൽ നടന്നാൽ, ഇയാളുടെ പതിവ് സ്പീഡിൽ നടന്നാൽ, ദ യൂഷ്വൽ ടൈം ടേക്കൺ ബൈ ഹിം ടു കവർ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഇയാൾ പതിവ് സ്പീഡിൽ നടന്നാൽ എത്ര സമയം എടുക്കും ഓഫീസിലെത്താൻ? ഇവിടെ ആൻസർ 48 മിനിറ്റ്, 60 മിനിറ്റ്,
42 മിനിറ്റ്, 62 മിനിറ്റ്, 66 മിനിറ്റ്, ഇങ്ങനെ 5 ഉത്തരവുണ്ട്. നമുക്ക് ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ആൻസർ എ ആണ്, 48 മിനിറ്റ്. അതിന് കാരണം നോക്കി, ഒരു മെത്തേഡ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ, പല മെത്തേഡ് ചെയ്യാം. മെത്തേഡ് 4/3 ഓഫ് യൂഷ്വൽ ടൈം ബേസിക്കലി യൂഷ്വൽ ടൈം പ്ലസ് 16 മിനിറ്റ് ആണ്. യൂഷ്വൽ ടൈം പ്ലസ് 16 മിനിറ്റ് ആണ്. കാരണം ഈ 4/3 വന്നതിന് കണക്ക് കൊടുക്കുക. ഡിസ്റ്റൻസ് 3/4 ആണ് കവർ ചെയ്യുന്നത്. അയാൾ സ്പീഡ് കുറച്ച് നടക്കുമ്പോൾ ഡിസ്റ്റൻസ് 3/4 ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ടൈം എന്നാലും 4/3 എടുക്കണം. അതിന് കാരണം ഞാൻ ഈ താഴെ ആ ചുവപ്പ് മഷീനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് V/T കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ ഡിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ സ്പീഡ് 3/4 ആയാൽ ടൈം വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈമാണ്. അപ്പോൾ സ്പീഡ് കുറഞ്ഞാൽ ടൈം കൂടിയാൽ ആ VT കോൺസ്റ്റൻ്റ് VTS കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. നിങ്ങൾ താഴെയുള്ള പോയിന്റ് ഒന്ന് വായിച്ചു നോക്ക്. S ഈസ് V/T. അപ്പോൾ 3/4 V/4/3T എന്ന് വരും. അപ്പോൾ ഈ 3 ഇട്ടും 4 ഇട്ടിട്ട് VT കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ വെലോസിറ്റി 3/4 ആകുകയാണെങ്കിൽ ടൈം 4/3 ആകണം. അതാണ് 4/3 മുകളിൽ എഴുതിയിരിക്കുന്നത്. 4/3 യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് യൂഷ്വൽ ടൈം പ്ലസ് 16 മിനിറ്റ്. ഇയാൾ താമസിച്ച് പോയില്ലേ, വൈകിപ്പോയില്ലേ, ആ ടൈം. ഹെൻസ് 1/3 ഓഫ് യൂഷ്വൽ ടൈം. അപ്പോൾ ഈ 4/3 എന്ന് വെച്ചാൽ 1 + 1/3 ആണല്ലോ. അപ്പോൾ യൂഷ്വൽ ടൈം പ്ലസ് 16 മിനിറ്റ് ആണ്. അപ്പോൾ 1/3 ഓഫ് യൂഷ്വൽ ടൈം ഈസ് 16 മിനിറ്റ്. സോ യൂഷ്വൽ ടൈം ഈസ് 16 × 3 48 മിനിറ്റ്. അപ്പോൾ നോർമൽ സ്പീഡിൽ പോയാൽ 48 മിനിറ്റ് ആണ് അയാൾ എടുക്കുന്നത് ഓഫീസിൽ എത്താൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 trains from Mumbai leave Delhi at 6 a.m. and 6:45 a.m. and travel at 100 km/h and 130 km/h respectively. How many kilometers from Delhi will the 2 trains be together? അപ്പോൾ ഒന്നാമത്തെ ട്രെയിൻ 6:45 പുറപ്പെടുന്നത് 100 കിലോമീറ്റർ സ്പീഡിൽ. ഒന്നാമത്തെ ട്രെയിൻ 6 മണിക്കാണ് പുറപ്പെടുന്നത്. രണ്ടാമത്തെ ട്രെയിൻ 6:45 പുറപ്പെടുന്നത്. ഫസ്റ്റിൻ്റെ സ്പീഡ് 100 കിലോമീറ്റർ ആണ്. രണ്ടാമത്തിൻ്റെ സ്പീഡ് 136 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ അകലെ ഇവരുടെ മീറ്റ് ചെയ്യും എന്നുള്ള ചോദ്യം. അപ്പോൾ താമസിച്ച് പോകുന്ന ട്രെയിനിന് സ്പീഡ് കൂടുതലായതുകൊണ്ട് ഈ 2 ട്രെയിന് മീറ്റ് ചെയ്യാം. അത് എത്ര കിലോമീറ്റർ അകലെ? ട്രെയിൻസ് ഫോർ മുംബൈ. അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെ ഈ 2 ട്രെയിൻസും മീറ്റ് ചെയ്യും എന്നുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ 262.4 കിലോമീറ്റർ, 260 കിലോമീറ്റർ, 283.33 കിലോമീറ്റർ, 275 കിലോമീറ്റർ ആൻഡ് ഓഫ് ദീസ് എന്നുള്ളതാണ് ചോയ്സുകൾ. അപ്പോൾ ഓപ്ഷൻ സി ആയിട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഉത്തരം നോക്കാം. ഇവിടെ സി എന്നുള്ള ഉത്തരം, സി എന്നുള്ള ആൻസർ തന്നിരിക്കുന്നത് 283.33 ആണ് ആൻസർ തന്നിരിക്കുന്നത്. അതെങ്ങനെ കിട്ടും നോക്കാം നമുക്ക്. ഡിഫറൻസ് ഇൻ ടൈം ഡിപ്പാർച്ചർ ബിറ്റ്വീൻ 2 ട്രെയിൻസ്. 2 ട്രെയിനിൻ്റെ സമയ വ്യത്യാസം 45 മിനിറ്റ് ആണ്. ഒന്ന് 6 മണിക്ക്, മറ്റത് 6:45 ആണല്ലോ, 45 മിനിറ്റ്. ആ 3/4 hour ആണ് 45 മിനിറ്റ്. Let the distance be x kilometer from Delhi where the 2 trains will be together. അപ്പോൾ x കിലോമീറ്റർ അകലെ മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ടൈം ടേക്കൺ ടു കവർ x കിലോമീറ്റർ വിത്ത് സ്പീഡ് 130 km/h and time taken for to cover x kilometer with speed 100 km as the time take 45 minutes more b t plus 3/4. അപ്പോൾ 136 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിൻ എടുക്കുന്ന സമയം സമയം ടി ആണെങ്കിൽ പിന്നെ 100 പോകുന്ന ആ ട്രെയിൻ എടുക്കുന്ന സമയം ഒരു 3/4 മണിക്കൂർ കൂടുതലാണല്ലോ.
ടി പ്ലസ് 3/4 ആണ്. ടി പ്ലസ് 3/4. അപ്പോൾ അത് കൂട്ടുമ്പോൾ നമുക്ക് 4t + 3/4 എന്ന് കിട്ടും. ഇപ്പോൾ 100 കിലോമീറ്ററിൽ പോകുന്ന ട്രെയിൻ എടുക്കുന്ന ടൈം 4t + 3/4 ആണ്. മറ്റെടുക്കുന്നത് ടി ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ കണക്ക് കൂട്ടുക. അപ്പോൾ 100 km/h സ്പീഡിൽ പോകുന്ന ട്രെയിനിൻ്റെ ദൂരം അതിന് സമയം കൊണ്ട് വിളിച്ചാൽ മതി. v/t എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാൻ. 100 × 40 + 3/4 മറ്റേ 136 സ്പീഡിൽ പോകുന്ന ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് v/t 136 × t. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4 ക്യാൻസൽ ചെയ്യും, 25 വരും അവിടെ. 25 × 40 + 3 = 136t. 100t + 75 = 136t. 36t 100t റൈറ്റ് സൈഡിൽ പോകുമ്പോഴാണ് 36t = 75. t 75/36 2.8083 hours. സോ ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ. രണ്ടാമത്തെ ട്രെയിനിൻ്റെ ടൈമാണ് ടി. ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ ഈസ് vt 136. രണ്ടാമത്തതിൻ്റെ സ്പീഡ് 136 ആണ്. 136 × 2.083, that is 283.33 kilometers. That you multiply. That is the answer. Next question. A man takes 6 hours 15 minutes in walking distance and riding back to a starting place. He could walk both ways in 7 hours and 48 minutes. The time taken by him to ride back both ways is. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എ മാൻ ടേക്സ് 6 hours and 15 minutes in walking a distance and then riding back to the starting place. ഇപ്പോൾ എ ബി രണ്ട് സ്ഥലമുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് നടക്കാനും ബാക്കി ഇങ്ങോട്ട് സൈക്കിളോ വല്ലതും റൈഡ് ചെയ്യാനും എടുക്കുന്ന സമയം 6 മണിക്കൂറും 15 മിനിറ്റുമാണ്. പിന്നെ he could walk both ways in 7 hours and 45 minutes. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ കൂടുതൽ സമയം വേണം. 7 hours and 45 minutes വേണം. ദ ടൈം ടേക്കൺ ഹിം ടു റൈഡ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം വേണമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ മുന്നോട്ട് നടക്കാനും പുറകോട്ട് റൈഡ് ചെയ്യാനുള്ള സമയമാണ്. രണ്ടാമത്തെ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സമയമാണ്. മൂന്നാമത്തെ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ് ചെയ്യാനുള്ള സമയം കണ്ടുപിടിക്കുന്നത്. അതിന് 4 hours and 30 minutes, 4 hours and 45, 5 hours എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവ് നോക്കാം നമുക്ക്. ഓപ്ഷൻ സി ആണ്. ടൈം ടേക്കൺ ഇൻ വാക്കിംഗ് ബോത്ത് വേസ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് 7 hours 45 minutes. അതൊരു ഇക്വേഷൻ ആയിട്ട് വിചാരിക്കുക. ടൈം ടേക്കൺ ഇൻ വാക്കിംഗ് 1 way ആൻഡ് റൈഡിങ് ബാക്ക്, ഒന്ന് നടക്കാനും തിരിച്ച് റൈഡ് ചെയ്യാനും 6 hours and 15 minutes. അപ്പോൾ അത് ബൈ ദ ക്വസ്റ്റ്യൻ നമുക്ക് കാണേണ്ടത് 2 × 2 - 1 ആണ്. അത് കാരണം ഈ രണ്ടാമത്തിൽ പറയുന്നത് ഒന്ന് നടക്കാനും ഒന്ന് റൈഡ് ചെയ്യാനും, അതിൽ പറയുന്നത് രണ്ടും നടക്കാനായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തതിനെ രണ്ടോട്ട് വിളിക്കുക, ഡബിൾ എടുക്കുക. അപ്പോൾ ഡബിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ 2 നടക്കാനും 2 റൈഡ് ചെയ്യാനും. അതിന് ഒന്നാമത്തെ കുറക്കുക. അപ്പോൾ 2 നടക്കാൻ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചാൽ 2 നടക്കാനും 2 റൈഡ് ചെയ്യാനായിട്ട് വരും. ആ രണ്ടാമത്തെ രണ്ടോട്ട് വിളിക്കുമ്പോൾ അത് ഒന്നാമത്തെ കുറച്ചാൽ കിട്ടും നമുക്ക്. വി ഹാവ് ടൈം ടേക്കൺ ബൈ ദ മാൻ ഇൻ റൈഡിങ് ബോത്ത് വേസ്, അത് കിട്ടും. അപ്പോൾ ഒന്നാമത്തതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ 2 നടപ്പാണ് വരുന്നത്. രണ്ടാമത്തതിൽ ഒന്ന് നടക്കാനും ഒന്ന് റൈഡ് ചെയ്യാനും. അതിൽ 2 കൊണ്ട് വിളിക്കുമ്പോൾ 2 നടക്കാനും 2 റൈഡ് ചെയ്യാനും. അപ്പോൾ ഈ രണ്ടാമത്തതിനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഒന്നാമത്തത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സമയം കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ വിളിക്കുമ്പോൾ 12 മണിക്കൂർ 30 മിനിറ്റ് - 7 hour 45 minutes, 4 hour 45 minutes എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man completes
a certain journey by a car, if he covered 30% of the distance at a speed of 20 km per hour, 60% of the distance at 40 km per hour, and the remaining of the distance at 10 km per hour, his average speed is. ഇപ്പോൾ യാത്രയുടെ 30%, 20 കിലോമീറ്റർ പെർ അവറിൽ, 60% 40 കിലോമീറ്റർ പെർ അവറിൽ, ബാക്കിയുള്ളത് 10 കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ മൊത്തം യാത്രയുടെ ആവറേജ് സ്പീഡ് എത്രയാണ്? 23 km/h, 28 km/h, 30 km/h, 33 km/h. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ, 100 തന്നിരിക്കുന്നത് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു 100 കിലോമീറ്റർ ഫോർ കാൽക്കുലേഷൻ പർപ്പസ്. സിമ്പിളായിട്ട് ചെയ്യുന്നതിന് വേണ്ടി 100 കിലോമീറ്റർ വിചാരിക്കുക. ആവറേജ് സ്പീഡ് പിന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കണാണ്. അപ്പോൾ പിന്നെ ആദ്യം സഞ്ചരിക്കുന്നത് 30 ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ടൈം 30/20 കിലോമീറ്ററാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ആദ്യത്തെ ടൈം. രണ്ടാമത്തത് പിന്നെ 60% ഓഫ് ദി ടോട്ടൽ ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നത് 40യിലാണ്. അപ്പോൾ അതിൻ്റെ ടൈം 60/40. ഇപ്പോൾ 65/40 എന്ന കാൽക്കുലേഷനകത്തുള്ളത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ സ്പീഡാണ്. അടുത്തത് 10% ആണ്. അപ്പോൾ 100 ആയില്ലേ? ആ 10 അതിൻ്റെ സ്പീഡ് 10 ആണ്. അപ്പോൾ താഴെ കാണുന്ന ഫ്രാക്ഷൻ കംപ്ലീറ്റ് ടൈമാണ്. അപ്പോൾ ദൂരം 100 എടുത്താൽ നമുക്ക് പെർസെൻറ്റേജ് എന്നുള്ളത് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ വരുന്നത് കൊണ്ടാണ് താഴെ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. നമുക്ക് നോക്കാം. 100/3/2 + 3/2 + 1 എന്ന് വരും ക്യാൻസൽ ചെയ്തിട്ട്. എന്നിട്ട് ഇവിടെ പിന്നെ LCM 2 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 3 + 3 + 2 എന്ന് 2/2 എന്ന് കിട്ടും. അപ്പോൾ അത് 3 + 3 + 2 8 ആണ്. 2 മുകളിൽ പോകും. അപ്പോൾ 25 km/h എന്ന് ഉത്തരം കിട്ടും. ആവറേജ് സ്പീഡ് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. From 2 places 60 km apart, A and B start towards each other at the same time and meet each other after 6 hours. If A traveled with 3/4 of the speed and B traveled with double of his speed, they would have met after 5 hours. The speed of A is. അപ്പോൾ രണ്ടുപേരുടെയും സ്പീഡ് പ്രത്യേകമായിട്ട് പറയുന്നില്ല, ഒരു റേഷ്യോ ആയിട്ടാണ് നമുക്ക് പറയുന്നത്. ഫ്രം 2 places, എയും ബി 2 പ്ലേസാണ്, 60 km apart. എ ആൻഡ് ബി സ്റ്റാർട്ട് ടുവേഴ്സ് ഈച്ച് അതർ. രണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് നടക്കും, മറ്റൊരാൾ ബിയിൽ നിന്ന് എയിലേക്ക് നടക്കും. അങ്ങനെയാണ് സഞ്ചരിക്കും. ആൻഡ് മീറ്റ് ഈച്ച് അതർ ആഫ്റ്റർ 6 hours, 6 മണിക്കൂർ കഴിയുമ്പോഴാണ് കണ്ടുമുട്ടുന്നത്. ഇഫ് എ ട്രാവൽ വിത്ത് 2/3 ഓഫ് ഹിസ് സ്പീഡ്, എ സഞ്ചരിക്കുന്നത് സ്പീഡ് 2/3 ആണെങ്കിൽ, ആൻഡ് ബി ട്രാവൽഡ് വിത്ത് ഡബിൾ ഹിസ് സ്പീഡ്, ബിയുടെ സ്പീഡ് അയാളുടെ സ്പീഡ് ഇരട്ടിയാണെങ്കിൽ, അയാളുടെ തന്നെ സ്പീഡിൻ്റെ ഇരട്ടിയാണെങ്കിൽ, ദേ വുഡ് ഹാവ് മെറ്റ് ആഫ്റ്റർ 5 hours. ദ സ്പീഡ് ഓഫ് എ ഈസ് 4 km/h, 6 km/h, 10 km/h, 12 km/h. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ്. 2 പ്ലേസ് തമ്മിലുള്ള ദൂരം മാർക്ക് ചെയ്തിരിക്കുകയാണ്. 60 കിലോമീറ്റർ. എ മുന്നോട്ട് പോകുന്നു, ബി ഇങ്ങോട്ട് ഓപ്പോസിറ്റാണ് വരുന്നത്. ലെറ്റ് ദ സ്പീഡ് ഓഫ് എ x km/h ആൻഡ് ദാറ്റ് ഓഫ് ബി y km/h എന്ന് വിചാരിക്കുക. kmph km/h എന്ന് വായിക്കുക. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ x × 6 + y × 6, രണ്ടുപേരും കൂടി 6 മണിക്കൂർ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾ 6 മണിക്കൂർ എടുക്കും, രണ്ടാമത്തെ ആൾ 6 മണിക്കൂർ എടുക്കും ഈ ദൂരം കവർ ചെയ്യാനായിട്ട്. അപ്പോൾ x × 6 + y × 6 ഈസ് 60, ഇക്വേഷൻ നമ്പർ 1. ആ 6 ക്യാൻസൽ ചെയ്താൽ x + y ഈസ് 10, ഇക്വേഷൻ നമ്പർ 1.
നമുക്ക് എക്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ആദ്യത്തെ ആള് അയാളുടെ സ്പീഡിൻ്റെ 2/3 എടുക്കുകയാണ്, രണ്ടാമത്തെ ആള് അയാളുടെ സ്പീഡിൻ്റെ ഇരട്ടി എടുക്കുകയാണ്. അപ്പോൾ 5 മണിക്കൂർ മതി മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 2/3 × 5 സഞ്ചരിക്കുന്ന പിന്നെ ഫസ്റ്റ് മാൻ എടുക്കുന്ന സഞ്ചരിക്കുന്ന ദൂരം 2y × 5 രണ്ടാമത്തെ ആൾ സഞ്ചരിക്കുന്ന ദൂരം അതിൽ കൂട്ടിയാൽ 60 കിട്ടും. കാരണം ഈ 2/3 എക്സ് എടുക്കാൻ കാരണം രണ്ടാമത്തെ കേസിൽ യാത്ര ഈ എക്സ് സ്പീഡിൻ്റെ 2/3 ടൈമിലാണ്. അതുപോലെ രണ്ടാമത്തെ ആൾ സഞ്ചരിക്കുന്ന സ്പീഡ് വൈയുടെ അയാളുടെ സ്പീഡിൻ്റെ ഇരട്ടിയാണ്, അപ്പോൾ 2y ആണ്. അപ്പം അത് ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ അവിടെ 10/3 എന്നൊക്കെ വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ ആക്കുമ്പോൾ 10x + 30y = 180 എന്ന് കിട്ടും. നമ്മളവിടെ ഗുണിക്കുമ്പോൾ 10x/3 ആണ്. LCM 3 ഉണ്ട്, LCM അല്ല, ഡിനോമിനേറ്റർ 3 ഉണ്ട്. ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 റൈസിൽ വരുമ്പോഴാണ് 180, അങ്ങനെയാണ് കണക്ക്. അപ്പോൾ അതിൽ നിന്നൊരു 10 ക്യാൻസൽ ചെയ്യും. x + 3y = 18 എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, x + y ഉണ്ട്. നേരത്തെ ഉള്ള ഇക്വേഷൻ x + y = 10. ഇവിടെ പിന്നെ x + 3y = 80 ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് x ആണല്ലോ കാണേണ്ടത്. അപ്പോൾ y എലിമിനേറ്റ് ചെയ്താണ്. y എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ 1 3 കൊണ്ട് വിളിച്ചാൽ മതി. ഇപ്പോൾ കുറയ്ക്കുമ്പോൾ y പോവും. ഇക്വേഷൻ 1 × 3 -2. അപ്പോൾ 3x + 3y - x - 3y. അപ്പോൾ 3y വെട്ടിപ്പോവും. = 30 - 18. 2x = 12. x = 6 km/h എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, A, B and C start together from the same place to walk round a circle path of length 12 km. A walks in the ratio at 4 km/h, B 3 km/h, C 3/2 km/h. They will meet together at the starting place at the end of. അതായത് പിന്നെ ABC സ്റ്റാർട്ട് ഫ്രം ദി സെയിം പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് വ്യത്യസ്തമായ സ്പീഡിൽ കറങ്ങുകയാണ്, ഒരു സർക്കിളിൽ കറങ്ങുകയാണ്. ആ സർക്കിളിൻ്റെ ലെങ്ത് പാത്ത് തന്നിട്ടുണ്ട്, സർക്കുലർ പാത്ത് 12 km. ഇങ്ങനെ നടന്ന് എത്ര they will meet together at the starting place at the end of. എത്ര മണിക്കൂർ കഴിഞ്ഞ് ഒരേ പോയിന്റിൽ നിന്ന് ഒരു സഞ്ചരിക്കുകയാണ്. അങ്ങനെ കറങ്ങി എത്ര മണിക്കൂർ കഴിയുമ്പോൾ ഇവർ ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർക്ക് 3 പേർക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരാൻ പറ്റും. എത്ര മാത്രം സമയം എടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ 10 hour, 12 hour, 15 hour, 24 hour. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ റെവല്യൂഷൻ. എ എടുക്കുന്ന സമയം 12/4 3 hour. ബി എടുക്കുന്ന സമയം 12/5 4 hour. സി എടുക്കുന്ന സമയം 12/3/2 ദാറ്റ് ഈസ് 8 hour എന്ന് പറയും, 8 hour. അപ്പോൾ റിക്വയർഡ് ടൈം അപ്പോൾ 3 പേരും ഒരു സർക്കിൾ കറങ്ങാൻ വ്യത്യസ്തമായ സമയം എടുക്കുന്നത്. അപ്പോൾ 3 പേര് ഒരുമിച്ച് വരണമെങ്കിൽ എടുക്കേണ്ട സമയം ഇതിൻ്റെ LCM ആയിരിക്കും. അങ്ങനെയാണ് 3 പേരും വ്യത്യസ്ത സമയമാണ് എടുക്കുന്നത്. അതുകൊണ്ട് 3 പേര് ഒരുമിച്ച് വരണമെങ്കിൽ ആ സമയം ഇതിൻ്റെ LCM ആകണം. 3 4 8 LCM അത് 24 ആണ്. അപ്പോൾ 24 അവർ വരുമ്പോൾ അവർ കഴിയുമ്പോൾ ഇവർ 3 പേരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് വരും. അപ്പോൾ ഇത് നമ്മുടെ ഒരു അരമണിക്കൂർ ക്ലാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 36 മിനിറ്റായി. അതുകൊണ്ട് നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ഒന്ന് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ നമ്പർ 8, ക്വസ്റ്റ്യൻ നമ്പർ 9 ഹോംവർക്കായി നിങ്ങൾ ചെയ്യുക. ഉത്തരം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. എനിക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ സമയം കുറേ കൂടി കൂടും. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് 37 മിനിറ്റായി. ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് വായിച്ചേക്കുക. അത് നമ്മൾ ഇപ്പോൾ 9 അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്, 8ൻ്റെ ആൻസറുണ്ട്. അത് രണ്ടും വായിച്ച് പഠിക്കണം. പിന്നെ 10ൻ്റെ ആൻസർ 10 നോക്കാം.
10 നമ്മൾ നേരത്തെ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എ മാൻ കവേഴ്സ് ഹാഫ് ഓഫ് ഹിസ് ജേർണി അറ്റ് 6 km/h ആൻഡ് റിമൈനിങ് ഹാഫ് അറ്റ് 3 km/h. ദ ആവറേജ് സ്പീഡ് ഈസ്, ആദ്യ പകുതി ദൂരം 6 km/h അടുത്ത പകുതി ദൂരം 3 km/h സഞ്ചരിച്ചാൽ ആവറേജ് സ്പീഡ് എത്രയാണ്? അതിനൊരു ഫോർമുല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് തന്നെ ക്വസ്റ്റ്യൻ. ഇത് CSIR-ൻ്റെ സാധാരണ ഒരു ക്വസ്റ്റ്യനാണിത്. 9 km/h, 4.5 km/h, 4 km/h, 3. അപ്പോൾ അതിന് ആ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. 2b1b2 ബൈ b1 + b2 എന്ന ഫോർമുല മതിയാകും. അല്ലെങ്കിൽ 2xy/x+y, എക്സും വൈയും സ്പീഡാണെങ്കിൽ. ഇപ്പോൾ 2 × 6 × 3 ബൈ 6 + 3 36/9 4 km/h. So it is almost time. With this, the 24th lecture is over. We continue in the next class. Thank you.